പാകിസ്ഥാനെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നത് അമേരിക്ക. ഇനി തകർച്ചയിലേക്കുള്ള നാൾ വഴികളെന്നാണ് നിരീക്ഷകരടക്കം വ്യക്തമാക്കുന്നത്. ആഭ്യന്തര കലഹങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധിയിലും ആടി ഉലയുന്ന പാകിസ്ഥാനെ കൂടുതൽ ദുരന്തത്തിലേക്ക് തള്ളിവിട്ട് പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീറിന്റെ വിവാദ തീരുമാനങ്ങൾ വന്നിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനെതിരെ അനാവശ്യമായ യുദ്ധം പ്രഖ്യാപിച്ച മുനീറിന്റെ നടപടി പാകിസ്ഥാനെ ഒരു അന്ധകാരാഴിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ യുറേഷ്യ റിവ്യൂ റിപ്പോർട്ട് ചെയ്യുന്നത്. ദുരന്ത് ലൈൻ കടന്ന് അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ അഫ്ഗാൻ താലിബാനെ പാകിസ്ഥാന്റെ ബദ്ധശത്രുക്കളാക്കി മാറ്റിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം ആഗോളതലത്തിൽ ചർച്ചയാകുമ്പോൾ അയൽ രാജ്യങ്ങളുമായി കൊമ്പുകോർക്കുന്ന പാകിസ്ഥാൻ വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് നേരിടുന്നത്. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന തുറന്ന യുദ്ധത്തിൽ ഇടപെടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാവാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. അത് ഈ സാഹചര്യത്തിൽ ദുരൂഹതയും വർദ്ധിപ്പിക്കുകയാണ്. ട്രംപിന്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നാണ് അസിം മുനീർ ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ബഗ്രാം വ്യോമതാവളം അമേരിക്കയ്ക്ക് വിട്ടുനൽകാത്ത താലിബാനെ പാഠം പഠിപ്പിക്കാൻ ട്രംപ് മുനീറിന് നൽകിയ കൊട്ടേഷനാണോ ഈ യുദ്ധമെന്ന് പ്രതിരോധ വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. ഖൈബർ പഖ്തൂൺഖ്വയിലും ബലൂചിസ്ഥാനിലും പാക് സൈന്യത്തിന് നേരെ ഭീകരാക്രമണങ്ങൾ ശക്തമാകുമ്പോഴും അഫ്ഗാൻ അതിർത്തിയിൽ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് ഭീകരത അഴിച്ചുവിടുകയാണ് റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനം. ഇറാനെ തകർക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടത് ചൂണ്ടിക്കാട്ടി അഫ്ഗാനിസ്ഥാനെ ബോംബിട്ട് കീഴ്പ്പെടുത്തണമെന്ന മുനീറിന്റെ മോഹം വെറും പകൽക്കിനാവ് മാത്രമാണെന്ന് മുൻ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ നീരേഷ് കൻവർ പരിഹസിക്കുന്നുണ്ട്. സാമ്രാജ്യങ്ങളുടെ ശ്മശാനമെന്ന് വിളിക്കപ്പെടുന്ന അഫ്ഗാനിസ്ഥാനെ അടിച്ചമർത്താൻ നോക്കുന്നത് പാകിസ്ഥാന്റെ അന്ത്യത്തിന് കാരണമായേക്കാം. അതേസമയം US പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഡൽഹിയിലും മുംബൈയിലും ബോംബിടുമെന്നൊരു പരാമർശം പാകിസ്ഥാൻ മുൻ സ്ഥാനപതി നടത്തിയത് വൻ വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷം ഉൾപ്പെടെ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൽ വഷളായ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. കാബൂൾ, കാണ്ഡഹാർ, പക്തിക തുടങ്ങിയ പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം വ്യോമാക്രമണം നടത്തിയതായി അഫ്ഗാൻ അധികൃതർ ആരോപിച്ചിരുന്നു. പുനരധിവാസ കേന്ദ്രം ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ സ്ഥലങ്ങൾ ആക്രമിക്കപ്പെട്ടതായി താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് ആരോപിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം കാര്യമായ നാശനഷ്ടങ്ങളും ആളപായവും ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്വതന്ത്രമായ സ്ഥിരീകരണം പരിമിതമാണ്. പല നിരീക്ഷകർക്കും ഒരു ഊഹാപോഹപരമായ സാഹചര്യത്തിൽ തുടങ്ങിയത് പ്രാദേശിക സുരക്ഷയെയും മുൻ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച ഭാഷയെയും കുറിച്ചുള്ള വിശാലമായ ഒരു സംഭാഷണത്തിലേക്ക് നയിച്ചു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സമയത്ത് സാങ്കല്പിക പരാമർശങ്ങൾ പോലും അവയുടെ സാധ്യതയുള്ള ആഘാതത്തെക്കുറിച്ച് ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അധികൃതരിൽ നിന്നും ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ അഭിപ്രായം ഇതിനകം തന്നെ വിവിധ വേദികളിൽ ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.